തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിസ്ഡം ആൻഡ് നോളജ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അത് ചെറുപ്രായത്തിലുണ്ടെങ്കിൽ വലിയ പ്രായത്തിൽ അത് തന്നെ വരും. പ്രായമാവുക എന്ന് പറയുമ്പോൾ മനുഷ്യന് ശാരീരികമായ ക്ഷീണങ്ങളുണ്ടാകും. എന്നാൽ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും പ്രായമാകരുത്. ശരീരത്തിന് മാത്രമേ പ്രായമാകാവുള്ളൂ. ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ മനസ്സ് നമുക്ക് ദൈവത്തോട് ചേർന്നുള്ളതാണെങ്കിൽ നമ്മുടെ ആത്മാവ് ശക്തിപ്പെട്ടിരിക്കും. ആത്മാവ് ബലമുള്ളതാണെങ്കിൽ എത്ര പ്രായത്തിലും അപ്രകാരമുള്ള ശക്തി നിൽക്കാൻ സാധിക്കും. എൻ്റെ പിതാവ് 100-ാം വയസ്സിലും വളരെ ശക്തനായിരുന്നു. ബെഡ്രിഡനായി 4 വർഷം, 96 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ബെഡ്രിഡനായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഒരു പ്രയാസമോ മുഖത്തൊരു സങ്കടമോ വേദനകളോ ഒന്നുമില്ല. ആ ബെഡിൽ കിടന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ട്. ഞാനും എല്ലാ ദിവസവും ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് രാത്രി വരുമ്പോഴും പ്രാർത്ഥനയ്ക്കായി അപ്പച്ചനോടൊപ്പം ചെലവഴിക്കുമായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്, ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. താൻ ശുശ്രൂഷിച്ച തൻ്റെ 15-ാമത്തെ വയസ്സിൽ മുതൽ കർത്താവിന് വേണ്ടി പ്രതീക്ഷിച്ച് 18-ാം വയസ്സ് മുതൽ ഇറങ്ങി ലോകമെമ്പാടും കർത്താവിനെ ഉയർത്താനായിട്ട് സാധിച്ചു. ഇസ്രയേൽ ഉൾപ്പെടെ കർത്താവിൻ്റെ അതൊരു വലിയ കൃപയാണ്. അതുകൊണ്ട് ആ കൃപ ലഭിക്കുന്നത് വിശുദ്ധ പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്. 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിന് 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ഒരു ജൂയിഷ് ഫോർഫാദേഴ്സ് സെർവ് ദ ട്രൂ ഗോഡ്. യഹൂദനിലുള്ള കഠിന വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ്. ആ യഹൂദൻ്റെ കഠിന വിശ്വാസമുള്ള സത്യസന്ധമായി വിശ്വസിച്ച ആളാണ് വിശുദ്ധ പൗലോസ്. അതുകൊണ്ടാണ് പറയുന്നത്, തീമോഥെയോസിനോട് പറയുകയാണ്, തീമോഥെയോസേ, അവിടെ താഴോട്ട് പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിൻ്റെ കണ്ണുനീർ ഓർത്തുകൊണ്ട്. വിശുദ്ധ പൗലോസിൻ്റെ ആ വലിയ വിശ്വാസമാണ് തീമോഥെയോസിനോട് പറയുന്നത്. ആത്മാർത്ഥതയുള്ള ആ വിശ്വാസത്തിലാണ് തീമോഥെയോസിനെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തീമോഥെയോസിനെ പറയുന്നത്, നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നമുക്ക് സ്തോത്രം ചെയ്യുന്ന ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ലോവീസ് യുനീക്കയും വിശുദ്ധ പൗലോസിനാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നവരാ. അതുകൊണ്ട് അവരുടെ മകനാണ് തീമോഥെയോസ്. അതുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു വലിയ ഒരു അനുഭവമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. നമ്മുടെ കണ്ണുനീരുണ്ടായിരിക്കണം ഈ ശുശ്രൂഷയിൽ. യുവർ ടിയേഴ്സ് അത് അമ്മയിലും വലിയമ്മയിലും ഉണ്ടായിരുന്നു. ഹു ഓർഡൈൻഡ് തിമോഥെയോസിനെ ഓർഡിനേഷൻ കൊടുത്ത വിശുദ്ധ പൗലോസ്, തിമോഥീസ് റെസ്പോൺസിബിലിറ്റി വാസ് ടു കീപ് റീകൻഡ്ലിംഗ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്. പറയുന്നത്, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. നിന്നിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിനുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. അത് ജ്വലിപ്പിക്കാൻ സാധിക്കണം. ആ ജ്വലിപ്പിക്കാൻ സാധിക്കുന്ന എവിടെയാണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെ അവൻ്റെ ബദ്ധനായി എന്നെയും കുറിച്ച് രചിക്കാതെ സുവിശേഷത്തിനായ ദൈവശക്തിക്ക് നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. തീമോഥെയോസ്, ഇത് കഷ്ടപ്പാടാണ് ശുശ്രൂഷ. ഇതൊരാഡംബരമല്ല, ഇത് പ്രതികൂലമല്ല. ഇത് നീ മരണം വരെ ചെയ്യേണ്ടതാണ്. നിന്റെ ജീവിതം മുഴുവൻ ചെയ്യേണ്ടതാണ്. നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അതാണ് വിശുദ്ധ പൗലോസിൽ പറയാനുള്ളത്. എല്ലാം ഉന്നതനായ ഒരാളാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയൊരു അനുഭവമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രായമായവർ സമൂഹത്തിന് അനുഗ്രഹമാണ്. കേരളം വൃദ്ധസദനമാകുന്നു. ഭാവിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു. ലോകമെമ്പാടും അതൊരു വാർത്തയാകുന്നു. അതിൻ്റെ മധ്യത്തിൽ കൃപയുള്ളവരായി തീരട്ടെ, ഒരു അനുഗ്രഹമായി തീരും. കൃപയുള്ള ഒരു പ്രായമുള്ള ആളുകൾ, മാതാപിതാക്കൾ ഭവനത്തിലുള്ളപ്പോൾ അതിനൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്നവരെ നോക്കുന്നതും അനുഗ്രഹമാണ് തലമുറകൾക്ക്. പ്രായം കുറയുന്നവരും പ്രായമാവുമെന്ന് ഓർത്തോണം. മരണം വരെയുള്ള ആ ശുശ്രൂഷയുടെ ശക്തിയോട് നിൽക്കാൻ സാധിക്കണം. ആ ശക്തിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്,
ജീവിതം കഷ്ടപ്പാടാണ്. ചെറുപ്പത്തിലും പൗലോസിന് കഷ്ടപ്പാടായിരുന്നു, പ്രായമുള്ളപ്പോഴും കഷ്ടപ്പാടാണ്. അതൊന്നും വിശുദ്ധ പൗലോസ് മറക്കുന്നില്ല. അതുകൊണ്ട് വാർദ്ധക്യമെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ, സമൂഹത്തിൽ എത്രയോ പ്രയോജനമുള്ളവരാണെന്നറിയാം മാറി നിൽക്കുന്നത്. അവരുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരതിനകത്ത് ആദ്യം ഡിസ്റ്റർബ്ഡാണ്, ഏകരായി കഴിയുകയാണ്. അതുകൊണ്ട് ഏകാന്തതയിൽ കഴിയുകയാണ്. അതുകൊണ്ട് വിശ്രമ ജീവിതം ജീവിതം ഇല്ല. നിൻ്റെ ജീവിതം മരണം വരെ നിനക്കുള്ള കഴിവുകൾ ലോകത്തിന് കൊടുക്കണം, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. ഞാൻ ഈ അധ്യാപകരോടൊക്കെ പറയാനുണ്ട്, അടുത്തുള്ള പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കണം, പാവപ്പെട്ട പിള്ളേർക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതൊരു വലിയ ശക്തിയാണ്, വലിയൊരു ആവേശമാണ്. ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിൽ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ പലർക്കും വരുന്ന ഒരു വലിയ പ്രശ്നം, ആ പഴയ സല്യൂട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അതൊരു മനുഷ്യൻ്റെ ഈഗോ കൊണ്ട് വരുന്നതാണ്. സ്വാഭാവികമായിട്ട് മനുഷ്യനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഉണ്ടാകും. അതെല്ലാം വിശുദ്ധ പൗലോസ് പറയുന്ന വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്നെ നിങ്ങളെയും ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ധാരാളം കഴിവുകളുള്ളവർ, അത് ധാരാളം നല്ല ജോലികളിൽ ഇരുന്നവർ, അവരുടെ കഴിവുകൾ ലോകത്തിന് കൊടുക്കുവാൻ, ആ കഴിവുകൾ ലോകത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ആ വലിയ അനുഭവം ഈ വചനത്താൽ നിങ്ങൾ ഓരോരുത്തരിലും സാധ്യമായി തീരട്ടെ. മിഖായേലിൻ്റെയും ദൈവദൂതന്മാരുടെയും കൂടെ ഒരു ഞായറാഴ്ചയായിട്ടും ഇത് ആചരിക്കപ്പെടുന്നുണ്ട്. പ്രധാന ദൂതനാണ് മിഖായേൽ. ദൈവദൂതന്മാരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ആ ദൈവദൂതൻ്റെ ആ രീതിയായിട്ട് നിങ്ങൾ ദൈവദൂതന്മാരായിട്ട്, സംരക്ഷകരായി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, ശക്തിയുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കടകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ടകട്ടെ എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കണമേ. ശാരീരികമായി മാനസികമായി തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ഒരു പുതുശക്തി, ഒരു പുതുണർവ് നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്നവർ, മാധ്യമ സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എപ്പോഴപ്പെട്ടവരും, വലിയ ധ്യാന കേന്ദ്രങ്ങൾ മുതൽ വലിയ ചർച്ച് മുതൽ ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ വചനത്താൽ ശക്തീകരിക്കട്ടെ. വചനത്താൽ കൃപ പകരട്ടെ. കർത്താവേ, ഈ വചനത്താൽ എപ്പേർപ്പെട്ടവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. കൃപയിൽ ജ്വലിക്കട്ടെ. കൃപാവരം ജ്വലിപ്പിക്കേണ്ടതിന് ആ ജ്വലിപ്പിക്കുന്ന കൃപാവരമായി കഷ്ടം സഹിക്കുവാൻ സഹായമുള്ളവരായിരിക്കുവാൻ സാധിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.